നമസ്കാരം. ഇത്തവണ യുഎഇയിലെ ശക്തമായ മഴ പ്രവാസികളുടെ പോക്കറ്റ് കാലിയാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. സാഹചര്യങ്ങളെ ലാഘവത്തോടെ കണ്ട് അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മൊബൈലിൽ സംസാരിച്ചോ ചിത്രങ്ങൾ എടുത്തോ വാഹനം ഓടിക്കുന്നവർക്ക് കനത്ത പിഴകളാണ് യുഎഇ ഭരണകൂടം ചുമത്തുന്നത്. നിയമലംഘകർക്ക് 800 ദിർഹം മുതൽ 1000 ദിർഹം വരെ പിഴയും ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമ്പോൾ കനത്ത മഴയെ തുടർന്ന് വാഹനങ്ങൾ നശിച്ചവർക്ക് ഇൻഷുറൻസ് സംബന്ധിച്ച നൂലാമാലകളും നേരിടേണ്ടതായി വരും. പ്രകൃതി ദുരന്തം എങ്ങനെയാണ് സാമ്പത്തിക ബാധ്യതയായി മാറുന്നത് എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. യുഎഇയുടെ സാധാരണ കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലുമൊക്കെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് ഓരോ പ്രവാസിയും ഗൗരവത്തോടുകൂടി കാണണം. നിലവിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണം ഡിസംബർ 19 വരെ ഈ അസ്ഥിരമായ കാലാവസ്ഥ തുടരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, വേഗത കുറച്ച് വാഹനം ഓടിക്കുക, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുക എന്നിവ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് വലിയ പിഴയും മറ്റ് ശിക്ഷാ നടപടികളും നേരിടേണ്ടതായി വരും. ഇന്ന് ഭാഗികമായ മേഘാവൃതമായ കാലാവസ്ഥയും ചില തീരദേശ വടക്കൻ പ്രദേശങ്ങളിൽ മഴയും പ്രതീക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടിലുള്ളത്. കൂടാതെ നേരിയതോ മിതമായതുമായ കാറ്റ് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വീശാനും സാധ്യതയുണ്ട്. ഇന്നലെ യുഎഇയിൽ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിച്ചത്. നിലവിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണം അസ്ഥിരമായ ഈ കാലാവസ്ഥ ഡിസംബർ 19 വരെ തുടരും. ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വരെ അധികൃതർ മഞ്ഞ, ഓറഞ്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ് ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കാനും താഴ്വരകളും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളും ഒഴിവാക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുഎഇയിൽ കാലം തെറ്റിയെത്തിയ മഴയും അസ്ഥിരമായ കാലാവസ്ഥയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. ഏതെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ താക്കീത് നൽകുന്നുണ്ട്. അതേസമയം അറേബ്യൻ ഗൾഫിലെ കടൽ രാത്രിയിൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുള്ളതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ ഫോട്ടോകൾ എടുക്കുന്നതോ കുറ്റകരമാണ്. ഇതിന് 800 ദിർഹവും 4 ബ്ലാക്ക് പോയിന്റുകളും പിഴയായി ലഭിക്കാം. ദുരന്തങ്ങൾ, മഴ, വെള്ളപ്പൊക്കം എന്നിവയുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ടാണ് യുഎഇ കണക്കാക്കുന്നത്. 1000 ദിർഹം, 4 ബ്ലാക്ക് പോയിന്റുകൾ, 60 ദിവസത്തെ വാഹനം കണ്ടുകെട്ടൽ എന്നിവയാണ് ശിക്ഷാ നടപടികൾ. കൂടാതെ പ്രതികൂല കാലാവസ്ഥയിൽ വേരിയബിൾ മെസ്സേജ് സൈനുകൾ വഴി അറിയിക്കുന്ന വേഗത പരിധികൾ എല്ലാ ഡ്രൈവർമാരും കൃത്യമായി തന്നെ പാലിക്കണം. അതനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. കനത്ത മഴയിൽ ദൃശ്യപരത കുറയുന്ന സാഹചര്യത്തിൽ ഇൻഡിക്കേറ്റർ ഇല്ലാതെ റോഡ് പാത മാറിയാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും നിയമലംഘനമായി തന്നെയാണ് കണക്കാക്കുന്നത്. കൂടാതെ 400 ദിർഹം പിഴയും ലഭിക്കും. കനത്ത മഴ സമയത്ത് വെള്ളപ്പൊക്കമുള്ള താഴ്വരകളിലേക്കോ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലേക്കോ പ്രവേശനം അനുവദിക്കുന്നതല്ല. 2000 ദിർഹം പിഴ, 23 ബ്ലാക്ക് പോയിന്റുകൾ, 60 ദിവസത്തെ വാഹനം കണ്ടുകെട്ടൽ എന്നിവയാണ് ലഭിക്കുക. കൂടാതെ മഴയുടെ ഒഴുക്ക് കാണുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ വേണ്ടി ഈ സ്ഥലങ്ങൾക്ക് സമീപം വാഹനം നിർത്തുകയോ തങ്ങുകയോ ഒക്കെ ചെയ്യുന്നതും കുറ്റകരമാണ്. ഇതിന് 1000 ദിർഹം, 6 ബ്ലാക്ക് പോയിന്റുകൾ എന്നിവ പിഴയായി ലഭിക്കും. സാധാരണ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. ഈ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വരുന്ന സമയത്ത് വീഡിയോയോ റീൽസോ ഫോട്ടോയോ ഒക്കെ എടുക്കാനായിട്ട് ഈ അപകടം നിറഞ്ഞ പ്രദേശങ്ങളിൽ ചെല്ലുകയും അപകടത്തിൽ പെടുകയും മറ്റുള്ളവരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കാണാറുണ്ട്. ഇത് യുഎഇയിൽ മാത്രമല്ല, നമ്മുടെ സ്ഥലത്തും ഇതെല്ലാം പതിവാണ്. ഇത്തരം കുറ്റങ്ങൾക്കെല്ലാം യുഎഇ കടുത്ത നടപടിയും പിഴയും ഒക്കെ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക. യുഎഇയുടെ സാധാരണ കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും എല്ലാം സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുള്ളത്. അതുകൊണ്ട് ഓരോ പ്രവാസിയും ഇത് ഗൗരവത്തോടു കൂടി കാണണം. കാലാവസ്ഥ മാറ്റം ഉള്ളതുകൊണ്ട് റിപ്പോർട്ടുകൾ അപ്പോഴപ്പോഴായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അധികൃതർ തരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രശ്നമുള്ളത്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഈ ദിവസങ്ങളിൽ കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ. ഏതെങ്കിലും രീതിയിൽ ഇത് ലംഘിക്കപ്പെട്ടാൽ കടുത്ത പിഴയും ശിക്ഷ
ശിക്ഷയും ഒക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് മറക്കാതിരിക്കുക. എന്തായാലും ഈ സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, വേഗത കുറച്ച് വാഹനം ഓടിക്കുക, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുക എന്നിവയെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് വലിയ പിഴയും മറ്റ് ശിക്ഷാ നടപടികളും ഒക്കെ നേരിടേണ്ടി വരുമെന്ന് മറക്കാതിരിക്കുക. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക.